UDF-ലും ഐക്യത്തിന്റെ കാഹളം മുഴക്കാൻ കോൺഗ്രസ്. ഘടകകക്ഷികളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച തുടരുകയാണ്. ലീഗ് നേതാക്കൾ ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ചയ്ക്കായി KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിലെ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും അതിനുള്ള നടപടി വേണമെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. ഐക്യമില്ല കോൺഗ്രസിൽ എന്നുള്ള അങ്ങനെ ഒരു പൊതുബോധം പൊതുസമൂഹത്തിലുണ്ട്. അക്കാര്യം പറഞ്ഞായിരുന്നു. അല്ല, തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട്. പക്ഷേ അത് ജനറൽ പബ്ലിക്കിൻ്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല. അതിനെയും താഴെ തട്ടിലോട്ട് എത്തണം. ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. അതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഷിബു ബേബി ജോണിന്റെ പ്രതികരണമാണ് കണ്ടത്. റോഷിപാലുണ്ട്. റോഷിപാൽ, ഇപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള ഐക്യം വേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ മുന്നണിയിലെ മറ്റു നേതാക്കൾ ദീപാദാസ് മുൻഷിയുമായുള്ള ചർച്ചയിൽ പറയാനിരിക്കുന്നത്. ലീഗിൽ നിന്നും ഏതൊക്കെ നേതാക്കളാണ് ഇപ്പോൾ ദീപാദാസുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുന്നത്? റോഷിപാൽ. സ്മൃതി, ഇന്നലെ തുടങ്ങിയതാണ് ഹൈക്കമാൻഡ് പ്രതിനിധി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. ഇന്ന് രാവിലെ ഷിബു ബേബി ജോണുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ച തുടരുന്നുണ്ട്. ഇന്നത്തോടെ ഈ കൂടിക്കാഴ്ചകൾ അവസാനിക്കും. ഇനി പുതുതായി UDF-ൽ ഇടം നേടിയ ഘടകകക്ഷിയായ KPA-യുടെ നേതാവ് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച കൂടിയാണ് നടക്കാനുള്ളത്. ഇതിനുശേഷം നടക്കും. ഏതായാലും നേരത്തെ ദില്ലിയിൽ നടന്ന ആ യോഗത്തിന് മുമ്പാണ് കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ ഘടകകക്ഷി നേതാക്കൾ, അത് മുസ്ലിം ലീഗും RSPയും അടക്കം CMB അടക്കമുള്ള എല്ലാ നേതാക്കളും നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ദില്ലിയിൽ ഐക്യത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃയോഗം അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം കോൺഗ്രസിനകത്ത് പരസ്യ തർക്കങ്ങളില്ല. നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ കൃത്യമായി ഇടപെടൽ നടക്കുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇനി ഈ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഘടകകക്ഷി നേതാക്കൾക്ക് ബോധ്യപ്പെടുത്തി അവർക്ക് ആത്മവിശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷി തലസ്ഥാനത്ത് 2 ദിവസം ക്യാമ്പ് ചെയ്ത് മുഴുവൻ ഘടകകക്ഷി നേതാക്കളുമായി കൂടിയാലോചന നടത്തുന്നത്. ഈ ഐക്യത്തിൻ്റെ കാഹളം മുഴക്കുന്നതിനൊപ്പം മറ്റൊരു ലക്ഷ്യം കൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷി അവരിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ മുഴുവൻ സ്വീകരിച്ച് ഈ കാര്യം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനെയും അറിയിക്കും. ഇതിനനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വളരെ കൃത്യമായി സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. അത് പാർട്ടിയിലെ മാത്രമല്ല മുന്നണിയുടെ പ്രവർത്തനങ്ങൾ പോലും നിരീക്ഷിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.